കൊന്നിച്ചോ മിനസാൻ വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ഞാൻ നിങ്ങളുടെ സ്വന്തം എക്സ്ട്രാ കോമിക്. സോ നമ്മളിന്ന് നോക്കാൻ പോകുന്നത് ദ ബിഗിനിങ് ഓഫ് ദി എൻഡിൻ്റെ സീസൺ 5 സെക്കൻഡ് ലാസ്റ്റ് എപ്പിസോഡാണ്. അതായത് എപ്പിസോഡ് 31 ആയിരിക്കും നമ്മളിന്ന് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് പോകുന്നത്. നാളത്തെ എപ്പിസോഡായുള്ള എപ്പിസോഡ് 32 ആയിരിക്കും സീസൺ 5 ഫൈനൽ എപ്പിസോഡ്. അതെന്തായാലും നാളെ തന്നെ റിലീസ് ആകുന്നതായിരിക്കും. പിന്നെ ഒരു കാര്യം, സീസൺ 5 ഫിനാലെ ഉണ്ടല്ലോ, അതൊരു രക്ഷയില്ല കേട്ടോ. ഒരു കിടിലൻ ക്ലിഫ് ഹാങ്ങറിലായിരിക്കും അതുകൊണ്ട് എൻഡായിട്ട് പോകുന്നത്. സോ അടുത്ത വീഡിയോ നിങ്ങൾ ഒരിക്കലും മിസ് ചെയ്യാനായിട്ട് പാടില്ല. പിന്നെ ഇതുപോലത്തെ ഇൻട്രസ്റ്റിംഗ് വീഡിയോസിനെ പേജ് ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ കൂട്ടുകാർക്ക് നമ്മുടെ വീഡിയോ ഒന്ന് റെക്കമെൻഡ് ചെയ്യാനും മറക്കണ്ട. സോ നമുക്ക് നേരെ എന്തെങ്കിലും വീഡിയോയിലേക്ക് കടക്കാം. അങ്ങനെ കഴിഞ്ഞ ചാപ്റ്ററിൻ്റെ അവസാനം ആർത്തർ അവിടുന്ന് വഴക്കിട്ട് പോയിരുന്നു. സോ ഇനി എന്ത് സംഭവിക്കുമെന്ന് നോക്കാം. അങ്ങനെ ഈ ചാപ്റ്റർ തുടങ്ങാൻ നേരത്ത് ആർത്തറായിട്ട് ഒരു ബാൽക്കണിയിലാണ്. അവിടേക്ക് ക്യാമസ് നടന്നു വരുന്നുണ്ടായിരുന്നു. അതെന്തായാലും നല്ലൊരു ഷോ തന്നെയാണ് കേട്ടോ, പേടിക്കണ്ട. ഇനി എന്തായാലും ഞാൻ ഒരിക്കലും അങ്ങനെ പെരുമാറത്തില്ല. അല്ല, ഞാൻ നിന്റെ സ്പീച്ചിനെ പറ്റിയാണ് പറഞ്ഞത്, അല്ലാതെ ഫൈറ്റിനെ പറ്റിയല്ല കേട്ടോ. എനിക്കറിയാം നിന്റെ റോൾ എന്ന് പറയുന്നത് നല്ല വെയിറ്റും നല്ല ഹെവി ഉള്ളതാണ്. പക്ഷേ നീ മാത്രമല്ല അങ്ങനെയുള്ളത്, നിന്റെ കൂടെ ഇരിക്കുന്ന പലർക്കും ആ ഒരു ബട്ടൺ ഷെയർ ചെയ്യേണ്ടതാണ്. നമ്മളെല്ലാവരും ഒരേ ബാറ്റിൽ ഫീൽഡിൽ തന്നെയാണ്. അത് നീ നന്നായിട്ട് തന്നെ മനസ്സിലാക്കാനുണ്ട്. നിന്റെ സിസ്റ്ററിനെ സത്യം പറഞ്ഞാൽ അത് കുറച്ചുകൂടെ നന്നായിട്ട് അറിയാം കേട്ടോ. പിന്നെ അവൾക്കറിയാതിരിക്കുവോ? അവൾ കാരണമല്ലേ ഞാനും എൻ്റെ പാരൻസും എല്ലാവരും ഈ ഒരു യുദ്ധത്തിൽ നിൽക്കുന്നത്. അതെന്തായാലും അണ്ടർസ്റ്റാൻഡബിൾ ആണ്. സത്യം പറഞ്ഞാൽ നമ്മുടെ പ്രിയപ്പെട്ടവരെ രക്ഷിക്കാൻ വേണ്ടിയാണ് ഇവിടെയുള്ള ഓരോ സോൾജേഴ്സും ഈ ഒരു ബാറ്റിൽ ചെയ്യുന്നത്. പക്ഷേ അങ്ങനെ ബാറ്റിൽ ചെയ്യുന്ന നേരത്ത് ആ ഒരു കാര്യം, അതായത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഉള്ള കാര്യം അവരെല്ലാവരും ഫോർഗറ്റ് ചെയ്യാറുണ്ട്. അതുകൊള്ളാം, താങ്കൾക്ക് നല്ല എക്സ്പീരിയൻസ് ഉള്ളവരാണല്ലോ താങ്കൾ സംസാരിക്കുന്നത്. പിന്നല്ലേ, അതൊരു വലിയ കഥ തന്നെയാണ്. തൽക്കാലം ആ കഥ ഞാൻ പിന്നെ പറയാം. അല്ല, വിറിന് എന്നോട് പറഞ്ഞിരുന്നു താങ്കൾ ഇപ്പോൾ ഏതോ യൂണിറ്റിൻ്റെ ഹെഡാണെന്ന്. അത് സത്യം പറഞ്ഞാൽ ഒരു MD ടൈറ്റിലാണ്. സത്യം പറഞ്ഞാൽ എൻ്റെ കാഴ്ചയും എൻ്റെ വൈഫിനെ നഷ്ടപ്പെട്ടതിന് ശേഷം ഈ യുദ്ധത്തിൽ എനിക്കൊട്ടും തന്നെ ഇൻട്രസ്റ്റ് ഇല്ല. ഓ, അങ്ങനെയാണോ? എന്ത്, താങ്കളുടെ കാഴ്ചയോ? അപ്പോഴാണ് ക്യാമസ് അവൻ്റെ മുടി പൊക്കി കാണിക്കുന്നത്. ക്യാമസ് സത്യം പറഞ്ഞാൽ ബ്ലൈൻഡ് ആയിരുന്നു. അല്ല, അതെങ്ങനെ സാധ്യമാകും? താങ്കൾ ഇത്ര നാൾ ബ്ലൈൻഡ് ആയിരുന്നു. അപ്പോൾ എന്ത് പറ്റി? നീ സർപ്രൈസ് ആയോ? സർപ്രൈസ് ആയെന്നോ? ഇപ്പം എത്ര നാളായി? ആഴ്ചകളായില്ലേ? പക്ഷേ എനിക്കൊരു ഡൗട്ട് പോലും തോന്നിയിട്ടില്ല. ഈവൻ കോമ്പാക്റ്റ് അല്ലാത്ത സമയത്ത് പോലും താങ്കളുടെ മാനറിസം എല്ലാം അങ്ങനെയായിരുന്നല്ലോ. അതെനിക്കറിയാം, കാര്യം എനിക്ക് കാണാൻ സാധിക്കും. പക്ഷേ നിങ്ങൾ കാണുന്ന പോലെയല്ല, ചെറിയൊരു വ്യത്യാസമുണ്ട്. എൻ്റെ കണ്ണിൻ്റെ തൊട്ട് ഫ്രണ്ടിലുള്ള വിൻഡ് എനിക്ക് കൺട്രോൾ ചെയ്തുകൊണ്ട് എനിക്ക് കാര്യങ്ങൾ സെൻസ് ചെയ്യാനായിട്ട് സാധിക്കും. സോ സ്മോളസ്റ്റ് ഉള്ള എൻവയോൺമെൻറ്റൽ ചേഞ്ചസ് ഒക്കെ എനിക്ക് നന്നായിട്ട് മനസ്സിലാവും. പക്ഷേ ഹ്യൂമൻ ഇമോഷൻസും ബാക്കിയുള്ള കാര്യങ്ങളൊന്നും എനിക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും ഈ റൂഡായിട്ടിരിക്കുന്നത്. അല്ല, താങ്കൾ കാഴ്ച മിസ് ചെയ്യുന്നുണ്ടോ? എടാ ആർത്തറെ പൊട്ടാ, നീ എന്ത് ചോദ്യമാണ് ചോദിച്ചത്? ഉറപ്പായിട്ടും അത് മിസ് ചെയ്യത്തില്ലേ? ചില സമയങ്ങളിൽ സത്യം പറഞ്ഞാൽ എൻ്റെ കാഴ്ച പോകുന്നതിന് മുമ്പ് ഞാൻ അവസാനമായി കണ്ടത് എൻ്റെ ഭാര്യനെയാണ്. അതുകൊണ്ട് തന്നെ അവളുടെ ഓർമ്മകൾ ഇപ്പോഴും എൻ്റെ കൺമുമ്പിൽ തന്നെയുണ്ട്. അയ്യോ, അത് ശരിക്കും സ്വീറ്റാണല്ലോ. എനിക്കതിനെപ്പറ്റി കേട്ടാൽ കൊള്ളുന്നുണ്ട്. ആർത്തർ, ഇതൊന്നും കേട്ട് നീ കരയില്ല കേട്ടോ. ജനറൽ ആർത്തർ, താങ്കൾ ശരിക്കും ചെറുപ്പമാണ്. ഈ ഒരു യുദ്ധത്തിൽ ഇത്തരം ട്രാജിക്കുള്ള സ്റ്റോറീസ് ഒന്നും താങ്കൾക്ക് ഇപ്പൊ കേൾക്കണമെന്നില്ല. തൽക്കാലം ഇപ്പൊ താങ്കൾ പോയി റെസ്റ്റ് എടുക്കാനും നോക്ക്. എന്നിട്ട് നാളെ കംപ്ലീറ്റ്ലി ക്ലിയർ ആയിട്ട് വാ. പിന്നെ വേറൊരു കാര്യം എനിക്ക് പറയാനുണ്ട്. സഹതാപം എങ്ങനെ എൻ്റെ അടുക്കെ കാണിച്ചു കഴിഞ്ഞാൽ നിന്റെ തലയെ പേടിക്കണ. സത്യം പറഞ്ഞാൽ ഇപ്പോഴാണ് താങ്കളെ കുറിച്ച് ഓർത്ത് തന്നെ എനിക്ക് പേടിയാവുന്നത്. അതെന്തായാലും നന്നായി നമ്മൾ അലൈസ് ആയത്. ആർത്തർ, നീ ഒരു കാര്യം കൂടെ മനസ്സിലാക്കാനുണ്ട്. യുദ്ധം ഒരിക്കലും ഒറ്റക്ക് നേരിടേണ്ടതല്ല. പിന്നെ കാണിക്കുന്നത് ഒരുത്തൻ തെറിച്ച് ബാക്കിലേക്ക് വീഴുന്നതാണ്. അതവിടെ ഗ്രേഡ് ടൈമാണ്, അതായത് ആർത്തറിന്റെ മുന്നത്തെ ജന്മം. ആ സമയത്ത് തന്നെ അവിടെ വിളിച്ച് പറയുന്നുണ്ട് ഡിവിഷൻ 2 കാൻഡിഡേറ്റ് ഡിഫീറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നു. ഈ സമയത്ത് ഗ്രേ അവിടെ നിപ്പുണ്ട്. സത്യം പറഞ്ഞാൽ അക്കാഡമിയിലേക്ക് ഞാൻ വന്നപ്പോൾ ഈ ഒരു സിസ്റ്റം കറപ്റ്റഡ് ആണെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചിരുന്നില്ല. ആ സമയത്ത് തന്നെ എല്ലാവരും അവിടെ കിടന്ന് കൂവുന്നുണ്ട്. പക്ഷേ എൻ്റെ ആദ്യത്തെ കോമ്പറ്റീഷൻ വന്നപ്പോഴാണ് എനിക്ക് ആ ഒരു കാര്യം മനസ്സിലായത്. ഞാൻ ജയിച്ചിട്ട് പോലും എനിക്ക് ഡിവിഷൻ 3 മാത്രമേ എത്താൻ സാധിച്ചുള്ളൂ. എന്നാൽ ഒരു വർഷം കഴിഞ്ഞപ്പോൾ ഞാൻ എൻ്റെ ഹാർഡ് വർക്കും ബാക്കിയുള്ള കാര്യങ്ങളും കൊണ്ട് എനിക്ക് ഫെയർ ആയുള്ള റിസൾട്ട് കിട്ടുമെന്ന് തോന്നി. പക്ഷേ ഇവരെന്തുമാണ് ഈ ഡിസ്കസ് ചെയ്യുന്നത്? ഇവരെന്തിൻ്റെ പുറകെയാണ് പോകുന്നത്? ഈ ബാറ്റിൽ ഞാൻ തന്നെ ജയിച്ചത് ഇവർക്ക് കാണാൻ മേലെ. ആ സമയത്താണ് അവിടെയുള്ള ഒരുതൻ നൈസിൽ ചുമക്കുന്നത്. എന്നിട്ട് പറയും ചെയ്യും, കാൻഡിഡേറ്റ് ഗ്രേ, നിനക്ക് സർനെയിം ഇല്ലെന്നറിയാം. നിന്റെ മാച്ച് ശരിക്കും ഇംപ്രസീവ് ആയിരുന്നു. പിന്നെ നിന്റെ മാർഷൽ ആർട്സും അതേപോലെ തന്നെ അത്ഭുതകരമാണ്. പക്ഷെ നിന്റെ കീ യൂട്ടിലൈസേഷൻ അത് ശരിക്കും കുറവാണ്. നിനക്ക് കീ യൂസ് ചെയ്ത് ഫണ്ടമെന്റൽസ് പോലും യൂസ് ചെയ്യാൻ സാധിക്കുന്നില്ല. അതുകൊണ്ട് നിന്നെ എന്തായാലും അപ്പർ 2 നിന്ന് ക്ലാസ് 1 ഞങ്ങൾ എത്തിക്കുന്നുണ്ട്. പക്ഷേ 3rd ഡിവിഷനാണെന്ന് മാത്രം. കൺഗ്രാജുലേഷൻസ്. കണ്ടാരം ഇവിടെ ആർഗ്യൂ ചെയ്തിട്ടും ഒരു കാര്യമില്ലല്ലോ. പെട്ടെന്നാണ് ഒരുത്തി പൊട്ടിച്ചിരിക്കാനായിട്ട് തുടങ്ങിയത്. ലേഡി വിറ, എന്താ ഇവിടെ ആരെങ്കിലും തമാശ പറഞ്ഞോ? അയ്യോ, എന്നോട് ക്ഷമിക്ക്. നല്ല ജഡ്ജ്മെന്റ് കേട്ട് ഞാൻ സത്യം പറഞ്ഞാൽ ചിരിച്ചു പോയതാണ്. എന്തുകൊണ്ട് ഫണ്ടമെന്റൽസ് ഇല്ലെന്നോ? ലേഡി വിറ, ഇതൊരു മഹത്തരമായ സ്ഥലമാണ്. താങ്കൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അത് ഒച്ചത്തിൽ പറയണം. ഒന്നുമില്ല.
സത്യം പറഞ്ഞാൽ താങ്കളുടെ ജഡ്ജ്മെന്റ് ശരിക്കും പത്തറ്റിക്കും അൺഅക്സെപ്റ്റബിൾ ആണെന്നാണ് ഞാൻ ഈ പറയുന്നത്. ആ പയ്യൻ അവൻ സത്യം പറഞ്ഞാൽ ഒരു വലിയ കുടുംബത്തിൽ നിന്നല്ലാത്തതുകൊണ്ടല്ലേ നിങ്ങളെല്ലാവരും അവൻ ഇഗ്നോർ ചെയ്യുന്നത്. കാൻഡിഡേറ്റ് ഗ്രേനെ പറ്റിയാണ് ഞാൻ ഈ പറയുന്നത്. അവൻ്റെ കഴിവുകൾ വെച്ചുകൊണ്ട് അവൻ എങ്ങനെയാണ് ഒരു ഡിവിഷൻ 3ലേക്ക് എത്തുന്നത്? അവൻ മിനിമം ഡിവിഷൻ 1ലെങ്കിലും എത്തിച്ചേരേണ്ടതാണ്. ആ സമയത്ത് തന്നെ ഗ്രേ പറയുന്നുണ്ട്, ഇവൾ ആരാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ, പക്ഷേ അവൾ ഈ പറയുന്ന വാക്കുകൾ പ്രവർത്തിക്കാൻ പറ്റുന്ന തരം പവർ അവൾക്കുണ്ടായാൽ മതിയായിരുന്നു. ശരിയാണ്, അവൻ്റെ കീ യൂട്ടിലൈസേഷൻ ശരിക്കും കുറവാണ്. പക്ഷേ താങ്കളൊന്ന് ആലോചിച്ച് നോക്കിയേ, ക്ലാസ് 2 ലെവലുകളാണ് അവൻ ഡിഫീറ്റ് ചെയ്യപ്പെട്ടത്, അതും ആ ഒരു കീ ലെവൽ വെച്ചുകൊണ്ട്. അവൻ്റെ കീ സത്യം പറഞ്ഞാൽ ലാക്ക് ചെയ്യുന്നതല്ല, അതിന് ട്രെയിനിങ് ഇല്ലായിട്ടാണ്. പക്ഷേ ബാക്കിയുള്ള കാര്യത്തിൻ്റെ ഒരു ട്രെയിനിങ്ങോ അത് ഇംപ്രസീവ് അല്ല, റേറ്റിലാണ്. ലേഡി വിറ, ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. കഴിഞ്ഞ 20 വർഷമായി ഞാനിവിടെ ഒരു ജഡ്ജ് ആയിട്ടിരിക്കുവാണ്. പക്ഷേ എൻ്റെ ജഡ്ജ്മെന്റിനെ പറ്റി ഇതുവരെ ആരും തന്നെ കുറ്റം പറഞ്ഞിട്ടില്ല. സോ ആ ഒരു റെസ്പെക്ട് താങ്കൾ എനിക്ക് തരണം. ഓ റെസ്പെക്ട് ശരിയാണ്, താങ്കളുടെ ജഡ്ജ്മെന്റ് ഞാൻ റെസ്പെക്ട് ചെയ്യണമല്ലോ എന്ന് പറഞ്ഞിട്ട് അടുത്ത സെക്കൻഡ് അവൾ ഗ്രേഡ് തൊട്ട് ഫ്രണ്ടിലെത്തി. ഇവളിപ്പോഴാണ് ഇവിടേക്ക് വന്നത്. എന്തായാലും ജഡ്ജ് ഹാൻഡിൽ ബാർസ് പറഞ്ഞതുപോലെ തന്നെ നീ എന്തായാലും ഡിവിഷൻ 3ൽ തന്നെയായിരിക്കും ചെറുക്ക. അതെ, പക്ഷേ നിനക്ക് മറ്റൊരു ഓഫർ ഞാൻ തരുവാണ്. ഞാൻ നിന്റെ പേഴ്സണൽ മെന്റർ ആയാൽ നീ എന്നെ അക്സെപ്റ്റ് ചെയ്യുവോ? പിന്നെ കാണിക്കുന്നത് ആ ഒരു ഫൈറ്റാണ്. പാസ്റ്റ് ലൈഫിലെ ആ ഒരു മെമ്മറീസ് ഒക്കെ വീണ്ടും എൻ്റെ അടുത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. എന്താണ് കാര്യമെന്നൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. ഞാൻ എന്താണ് ഈ വേൾഡ് ചെയ്യുന്നതെന്നും എനിക്ക് അറിഞ്ഞൂടാ. ഇതെല്ലാം ഇനി ഒരു കോയിൻസിഡൻസോ ഫെയ്ത്ത് ആണോ എന്നും എനിക്ക് അറിഞ്ഞൂടാ. എന്തായാലും ഇപ്പൊ എനിക്ക് ഇതൊന്നും മനസ്സിലാക്കാനുള്ള ഇൻഫോർമേഷന്റെ പകുതി പോലും ഇല്ല. ഇവൻ ഈ വേൾഡിനെ പറ്റി പോലും ആശ്വാസ് മെയിൻലി ലോഡ് ഇന്ദ്രജിത്തിന് ഇതിനെപ്പറ്റി എന്തോന്നറിയാം, പക്ഷേ അദ്ദേഹം അത് നന്നായിട്ട് പറഞ്ഞതുമില്ല. സത്യം പറഞ്ഞാൽ എല്ലാം കഴിയുന്നിടത്ത് എനിക്ക് ഉത്തരങ്ങൾ കിട്ടിയാൽ കൊള്ളാമെന്നുണ്ട്. മേ ബി ഡിക്കേറ്റേഴ്സ് എന്തായാലും ജയിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം എനിക്ക് വേണ്ട ഉത്തരങ്ങൾ തരുമായിരിക്കും. അത് കഴിഞ്ഞ് കാണിക്കുന്നത് ചെറിയൊരു ഫ്ലാഷ് ബാക്ക് ആണ്. പണ്ട് ആർത്തർ ആദ്യമായിട്ട് നമ്മുടെ ഗ്രാൻഡ് പാ സിൽവിനെ കണ്ട സമയത്ത് അവൾ പറയുന്നുണ്ട്, നിന്റെ മാനക്കുർ വൈറ്റ് അല്ലെങ്കിൽ ആ സ്റ്റേജിന് മുകളിൽ എത്തിക്കഴിഞ്ഞാൽ ഞാൻ തന്നെ എല്ലാ കാര്യങ്ങളും നിന്നോട് പറയുന്നതായിരിക്കും. സത്യം പറഞ്ഞാൽ അതിനുവേണ്ടി തന്നെയാണ് ഞാൻ ഇപ്പോഴും കാത്തിരിക്കുന്നത്. യൂട്ടോയുടെ ഹോൺസ് യൂസ് ചെയ്തുകൊണ്ട് എനിക്ക് വൈറ്റ് സ്റ്റേജിലേക്ക് എത്തിയാൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് ആർത്തർ ആ ഡോർ തുറന്നപ്പോഴാണ് അവൻ ഞെട്ടിത്തെരിച്ചു പോയത്. കാര്യം സിൽവിയോടെ കിടന്നുറങ്ങുന്നുണ്ടെങ്കിലും അവളുടെ ഡ്രാഗൺ ഫോം നന്നായിട്ട് തന്നെ കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നു. അതേപോലെ തന്നെ സിൽവിയുടെ തൊട്ടടുത്ത് ചെറിയൊരു കൈയും കാണാൻ സാധിക്കും. സിൽവി പെട്ടെന്നാണ് അവൾ എണീറ്റത്. എന്തു പറ്റി ആർത്തർ? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അല്ല നീ ഓക്കെ അല്ലേ? നിനക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? നീ എന്താണ് ഈ പറഞ്ഞത്? നീ പെട്ടെന്ന് ട്രാൻസ്ഫോം ആയിട്ട് ഉറങ്ങി? അല്ല നീ ഉറക്കത്തിലായിരുന്നോ? അത് മാത്രമല്ല ഞാൻ ഒരു കൈ കണ്ട്. കയ്യോ? എനിക്ക് കുഴപ്പമൊന്നുമില്ല, ഞാൻ ഓക്കെ തന്നെയാണ്. സത്യം പറഞ്ഞാൽ ആ ഹോൺസിന് ശരിക്കും പൊട്ടൻ്റ് ഉണ്ട്. അപ്പോൾ നിനക്ക് പ്രോഗ്രസ് ഉണ്ടല്ലേ? ഞാൻ സത്യം പറഞ്ഞാൽ ശരിക്കും സ്ട്രഗിൾ ചെയ്യുവാണ് യൂട്ടോയുടെ ഹോൺസ് യൂസ് ചെയ്ത് കഴിഞ്ഞ്. എൻ്റെ മാന ഫ്ലോ അതുപോലെ തന്നെയാണ്, ഭയങ്കര നാച്ചുറൽ ആയിട്ട് പോകുന്നുണ്ട്. ഞാൻ ഓർത്ത് നിൻ്റെയും അങ്ങനെ തന്നെയാണ്, പക്ഷെ നിന്റെ ഡിഫറൻ്റ് ആണല്ലേ. എന്തായാലും എൻ്റെ സ്ട്രെങ്ത് ഒക്കെ വീണ്ടും റിഗെയിൻ ചെയ്യുന്നത് എനിക്ക് മനസ്സിലാകുന്നുണ്ട്. സോ നീ എന്നെപ്പറ്റി ആലോചിക്കണ്ട, നീ അതെല്ലാം ട്രെയിൻ ചെയ്തോ. നീ പിന്നെ വെയിറ്റ് ചെയ്താൽ മതി, പേഷ്യൻ്റായിട്ട് ഇരുന്നാൽ എന്ന് പറഞ്ഞിട്ട് സിൽവി വീണ്ടും കിടക്കുന്നുണ്ട്. എന്തായാലും കുഴപ്പമില്ല, സിൽവിക്കെങ്കിലും അവളുടെ സ്ട്രെങ്ത് ഒക്കെ റിഗെയിൻ ചെയ്യാനായിട്ട് പറ്റുന്നുണ്ടല്ലോ. പക്ഷേ എനിക്കൊട്ടും സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നില്ല. ഞാൻ ഇത്രയും പെട്ടെന്ന് തന്നെ ഒരു വൈറ്റ് കോറിലേക്ക് എത്തേണ്ടതാണ്. അങ്ങനെ ആഴ്ചകൾ കടന്നുപോയി. പിന്നെ കാണിക്കുന്നത് ആർത്തർ അവിടെ നിന്ന് പ്രാക്ടീസ് ചെയ്യുന്നതാണ്. വൈറ്റ് കോർ സ്റ്റേജ് കുറെ നാളെ ഞാൻ ഇതിന്റെ പുറകെ നിൽക്കാൻ തുടങ്ങിയിട്ട്. എന്തായാലും വിരിയൻ എന്ന ആ ഒരു ആർട്ടിഫാക്ട് ഞാൻ ഇതുവരെ അക്സെപ്റ്റ് ചെയ്യാത്തത് നന്നായി. കോർഡിയുടെ കൂടെയുള്ള ആ ഒരു ട്രെയിനിങ് കാരണം തന്നെ എൻ്റെ മാനക്കോർ സത്യം പറഞ്ഞാൽ ശരിക്കും സ്ട്രോങ് ആയിട്ടുണ്ട്. ഈവൻ എൻ്റെ മാന ഫ്ലോയും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഇമ്പ്രൂവ് ചെയ്തെങ്കിലും എൻ്റെ പവർ സ്പീഡും എനിക്കൊരിക്കലും തിയത്തീസ് ക്ലാനിൻ്റെ അടുത്തേക്ക് എത്തിക്കാൻ സാധിച്ചിട്ടില്ല. പക്ഷേ കുഴപ്പമില്ല, വൈറ്റ് കോർ ഞാൻ അവേക്കൻ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ആ ഒരു സ്ട്രെങ്ത് എനിക്ക് റിഗെയിൻ ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞപ്പോൾ പെട്ടെന്നായിരുന്നു നമ്മുടെ എല്ലും അതുപോലെ ബൂവും അകത്തേക്ക് കയറി വന്നത്. നമ്മുടെ ആർത്തറിൻ്റെ വിൻ്റെ പവർ കാരണം ബൂവിൻ്റെ വായും തുറന്നു പോകുന്നുണ്ട്. ഈ സമയത്ത് തന്നെ അവൾ പൊട്ടിച്ചിരിക്കുകയും ചെയ്യും. അതുകൊള്ള താങ്കൾ രാവിലെ തന്നെ പരിപാടി തുടങ്ങിയോ? പിന്നെ കാണിക്കുന്നത് അവരെല്ലാവരും ആ ഒരു ട്രെയിനിങ് ഗ്രൗണ്ടിലേക്ക് വരുന്നതാണ്. എമിലി നീ വീണ്ടും ഉറക്കം നിന്നോ? കുഴപ്പമൊന്നുമില്ല, ഞാൻ ഓക്കെയാണ്. ലാസ്റ്റ് 2 വന്ന് വെച്ച് നോക്കാൻ നേരത്ത് എന്തായാലും ആർത്തറിൻ്റെ ലാസ്റ്റ് ട്രെയിനിങ് സെക്ഷൻ അല്ലേ. എമിലി റിയലി താങ്ക്സ് കേട്ടോ നിൻ്റെ ഒരു എഫേർട്ടിന് വേണ്ടി. കുഴപ്പമൊന്നുമില്ല, ഞാൻ പഠിക്കാനായിട്ട് കുറേ കാര്യങ്ങളുണ്ടായിരുന്നു, അതെല്ലാം ഞാനിപ്പോൾ പഠിച്ച് സെറ്റായിട്ടുണ്ട്. ആൻഡ് അത് മാത്രമല്ല അവരെല്ലാവരും ഇപ്പോൾ ഇവിടെ എത്തുമെന്ന് പറഞ്ഞപ്പോൾ അവർ 4 പേരും അവിടേക്ക് എത്തിയിട്ടുണ്ട്. ഈ സമയത്ത് തന്നെ ബഹഡ് പറയും ചെയ്യും, അപ്പോൾ ബോയ് ലാസ്റ്റ് സെഷന് വേണ്ടി നീ റെഡിയല്ലേ? പിന്നെ കാണിക്കുന്നത് അവർ 4 പേരും ആർത്തന്റെ ചുറ്റിനും നിൽക്കുന്നതാണ്. ആ സമയത്ത് ബഹഡ് ഒരു കാര്യം കൂടെ പറയും, ഇത് എല്ലാവരും കേട്ടോണം കേട്ടോ, ഇന്ന് ആരാണ് ആദ്യം നോക്കുന്നത് അവനായിരിക്കും വൈകുന്നേരം സെലിബ്രേഷന് പൈസ കൊടുക്കാനായിട്ട് പോകുന്നത്. അപ്പോഴാണ് ഹെസ്റ്റർ പറഞ്ഞത്, അതെന്തായാലും നന്നായി, കാര്യം നീ തന്നെയായിരിക്കും പൈസ കൊടുക്കേണ്ടി വരുന്നത്. ഈ സമയത്ത് അൽനിസ് പറയും ചെയ്യും, ഇതെന്തായാലും ഒരു മോക്ക് ബാറ്റിലായിരിക്കത്തില്ല, നിങ്ങൾക്ക് ഫുള്ളി ഫൈറ്റ് ചെയ്യുന്നതായിരിക്കും. അതേപോലെ തന്നെ ജനറൽ ആർത്തറിന് ഒരു എലമെന്റ്സും റെസ്ട്രിക്ട് ചെയ്യുന്നതല്ല. ഈ സമയത്ത് തന്നെ ആർത്തർ റെഡി ആയിട്ട് നിൽക്കുവാണ്.
അടുത്ത സെക്കൻഡ് തന്നെ ബഹഡ് പെട്ടെന്ന് ഒരു അറ്റാക്ക് ചെയ്യുന്നുണ്ട്. ആ സമയത്ത് ആർത്തർ പറയും ചെയ്യും അവൻ്റെ കാലിൻ്റെ കീഴിലെ എർത്തൊക്കെ മാനിപ്പുലേറ്റ് ചെയ്യാൻ നോക്കുവാണ്. പക്ഷെ ആർത്തർ അവിടുന്ന് പെട്ടെന്ന് തന്നെ പുള്ളിക്കാരൻ്റെ വിൻഡ് യൂസ് ചെയ്ത് ഒഴിഞ്ഞു മാറി നേരെ ക്യാദലിൻ്റെ അടുത്തേക്ക് ചെല്ലും. ഇത് ബ്രസ്റ്റ് അപ്പ് അല്ല, പക്ഷേ ഇതെന്നെ കൊണ്ട് പറ്റുമെന്ന് പറഞ്ഞപ്പോൾ ക്യാദലും ശരിക്കും ഞെട്ടിത്തെറിച്ചിരിക്കുവാണ്. ആ സെക്കൻഡിൽ തന്നെ അവളുടെ കയ്യിൽ കയറി പിടിക്കുന്നുണ്ട്. ഇതേ സമയം ബഹഡ് പുറകെ നിന്ന് ഓടി വരുന്നുണ്ടെങ്കിലും അവളെ പെട്ടെന്ന് എടുത്ത് ബഹഡിൻ്റെ നേരെ എറിയും ചെയ്യും. അതുകൊള്ളാം, അവൾ പെട്ടെന്ന് തന്നെ എന്നെ അറ്റാക്ക് ചെയ്ത്. അവളുടെ റിഫ്ലക്സ് എന്തായാലും അടിപൊളിയാണ്. ഈ സമയത്ത് തന്നെ ക്യാമസ് ഒരു വലിയൊരു അറ്റാക്ക് ആർത്തറിൻ്റെ നേരെ ചെയ്യുന്നുണ്ട്. പക്ഷേ ആർത്തർ അതൊന്നും മൈൻഡ് ചെയ്താൽ നേരെ ബഹഡിൻ്റെ നേരെ ഓടിച്ചെല്ലും. ഈ സമയത്ത് തന്നെ ബഹഡ് പറഞ്ഞു നീ കറക്റ്റ് സ്ഥലത്തോടാണ് വന്നത്, നിന്റെ ഫേസ് നോക്കി ഒരെണ്ണം തരാൻ വേണ്ടി ഇരിക്കുകയെന്ന് പറഞ്ഞിട്ട് ഒരു അറ്റാക്ക് അങ്ങോട്ട് ചെയ്യുന്നുണ്ടെങ്കിലും ആർത്തർ അത് ഡോഡ് ചെയ്ത് മുകളിലേക്ക് പോകാൻ നേരത്ത് ആ ഒരു അറ്റാക്ക് ബഹഡിൻ്റെ മേത്ത് വന്ന് വീഴുന്നുണ്ട്. ഈ സമയത്ത് ആർത്തർ പുള്ളിക്കാരൻ്റെ വിൻഡ് യൂസ് ചെയ്ത് അവിടുന്ന് മാറാൻ പോയപ്പോഴാണ് പെട്ടെന്ന് ലൈറ്റ്നിങ് നമ്മുടെ ഹെസ്റ്റർ യൂസ് ചെയ്തത്. അടുത്ത സെക്കൻഡ് തന്നെ ആർത്തർ പുള്ളിക്കാരൻ്റെ ഫയർ എലമെന്റ് യൂസ് ചെയ്ത് അത് കംപ്ലീറ്റ്ലി ബ്ലോക്ക് ചെയ്ത് അവിടെ ഫുള്ള് ഒരു ഫോഗ് ഉണ്ടാക്കുന്നുണ്ട്. ഈ സമയത്ത് തന്നെ ആ ഫോഗിന്റെ പുറകിൽ കൂടെ പെട്ടെന്ന് ഒരു അറ്റാക്ക് വരുന്നുണ്ടെങ്കിലും ആർത്തർ അത് കംപ്ലീറ്റ്ലി ബ്ലോക്ക് ചെയ്യുന്നുണ്ട്. ഞാൻ ഗ്രൗണ്ടിലേക്ക് എത്തുന്നതിന് മുമ്പ് തന്നെ ഇതെനിക്ക് മാറ്റണം, അതിനർത്ഥം ഇവിടെ ഏറ്റവും നന്നായിട്ട് ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞിട്ട് പെട്ടെന്നാണ് അവനൊരു സൈഡിലേക്ക് അത് വലിച്ചെറിഞ്ഞത്. ഈ സമയത്ത് ഹെസ്റ്റർ പറഞ്ഞു സൂക്ഷിച്ചോ, അവനത് റീഡയറക്ട് ചെയ്യുമെന്ന് പറഞ്ഞപ്പോൾ ആ ഒരു അറ്റാക്ക് നേരെ ചെന്ന് ബഹഡിന്റെ മേത്ത് കയറുന്നുണ്ട്. ഇത് കാണാൻ നേരത്ത് ക്യാമസ് പറയും ചെയ്യും അപ്പോൾ എന്തായാലും ഉറപ്പായിട്ടുണ്ട് ഇന്നത്തെ സെലിബ്രേഷന് ആരാണ് പൈസ തരാൻ പോകുന്നതെന്ന്. ആ ടൈമിൽ ആർത്തർ പറയും ചെയ്യും പ്രിൻസസ് ഞാനിതാ വരുന്നു. ആ ടൈമിൽ തന്നെ അവൾ പറഞ്ഞു നീ വന്നാലും കൊള്ളാം വന്നില്ലെങ്കിലും കൊള്ളാം, ഇത് ഞാൻ പൈസക്ക് വേണ്ടി ചെയ്യുന്നില്ലെന്ന് പറഞ്ഞോട് പെട്ടെന്ന് ആർത്തറിനെ അറ്റാക്ക് ചെയ്യുന്നുണ്ട്. നീയായിട്ട് ഫൈറ്റ് ചെയ്ത് എൻ്റെ പാരൻസിനെ എനിക്ക് കൺവിൻസ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ഫ്രണ്ട് ലൈൻസിലേക്ക് എത്താൻ പറ്റുമെന്ന് പറഞ്ഞാണ് ഒരു അറ്റാക്ക് ചെയ്യുന്നത്. ഈ സമയത്ത് തന്നെ ആർത്തർ പറഞ്ഞു ഒരു വാക്യൂം വേണം ഞാൻ ക്രിയേറ്റ് ചെയ്യാനായിട്ട്. എൻ്റെ കൈൻ്റെ തൊട്ട് ഫ്രണ്ടിലെ എയറിനെ ഞാൻ പ്രഷർ ചെയ്തുകൊണ്ട് എൻ്റെ പാമ്പ് എനിക്ക് കംപ്ലീറ്റ്ലി യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. അതുകൊണ്ട് തന്നെ അവളുടെ അറ്റാക്ക് എനിക്ക് വളരെ സ്ലോ ആയിട്ട് തന്നെ ക്യാച്ച് ചെയ്യാൻ പറ്റും. അതാണ് ഞാൻ ചെയ്യേണ്ടെന്ന് പറഞ്ഞപ്പോൾ തന്നെ ക്യാദലിൻ്റെ അറ്റാക്ക് അവൻ കൈ കൊണ്ട് പിടിച്ചിട്ടുണ്ട്. എന്നിട്ട് അവൾ ചെയ്ത അറ്റാക്കിൻ്റെ കംപ്ലീറ്റ് പവർ അവൻ നേരെ എർത്തിലേക്ക് വിടുകയും അവിടെയുള്ള സ്ഥലം ഫുള്ള് പൊട്ടിപ്പൊളിയും ചെയ്യും. ഇത് കാണുന്നത് ക്യാദൽ ഞെട്ടുന്നുണ്ടെങ്കിൽ അടുത്ത സെക്കൻഡിൽ തന്നെ പുള്ളിക്കാരൻ തൻ്റെ ലൈറ്റ്നിങ് മാജിക് യൂസ് ചെയ്ത് അവളെ ഇടിച്ച് ബാക്കിലേക്ക് ഇടുന്നുണ്ട്. ഈ ടൈമിൽ തന്നെ ആർത്തറിന്റെ ചുറ്റും ആ ഒരു ബ്ലൂ ഫ്ലെയിംസ് കൊണ്ട് നിറഞ്ഞു. നിന്റെ 2 മാസത്തെ ട്രെയിനിങ് എന്തായാലും പേ ഓഫ് ചെയ്യുന്നുണ്ടല്ലേ, അതായിരിക്കാം. അല്ലെങ്കിൽ ഞാൻ ഇത്ര നാള് ഹോൾഡ് ബാക്ക് ചെയ്തതാണെങ്കിലോ അതുകൊള്ളാം. എങ്കിൽ നീ ഇന്ന് ഒട്ടും തന്നെ ഹോൾഡ് ബാക്ക് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ക്യാമസാട്ട ഒരു വലിയൊരു അറ്റാക്ക് ചെയ്യുന്നുണ്ട് ഹെസ്റ്ററിന്റെ കൂടെ തന്നെ. പക്ഷേ ആർത്തറാട്ടെ അതെല്ലാം കംപ്ലീറ്റ്ലി ബ്ലോക്ക് ചെയ്ത് പിടിക്കുന്നുണ്ട്. ഈ സമയത്ത് തന്നെ ഹെസ്റ്റർ പറഞ്ഞു ഈ കുരിപ്പ് കാര്യങ്ങളൊക്കെ പഠിച്ചു വരുന്നുണ്ടല്ലേ. അല്ല അവനോടെ പോയി. സത്യം പറഞ്ഞാൽ ഇവൻ ഓരോ കാര്യങ്ങൾ പഠിക്കുന്ന വേഗത കാണാൻ നിർത്ത് എനിക്ക് ശരിക്കും പേര് വരും. പെട്ടെന്ന് ക്യാമസിന്റെ കാലിലേക്ക് ആ ഒരു എർത്തലവൻ്റ് വലിഞ്ഞു കയറിയിട്ട് അവനെ മുകളിലേക്ക് എടുത്ത് പൊക്കി എറിയുന്നുണ്ട്. എന്നിട്ട് നേരെ വലിച്ച് താഴത്തേക്ക് അടിക്കുകയും ചെയ്യും. ഈ ഒരു സമയത്ത് ഹെസ്റ്റർ നേരെ ഡിസ്ട്രാക്ട് ആയ സെക്കൻഡ് ആർത്തർ പുറകിൽ കൂടെ ചാടി ഒരു അറ്റാക്ക് ചെയ്യാൻ പോകുന്നുണ്ടെങ്കിലും ആർത്തറിനെക്കാട്ട് മുമ്പ് തന്നെ ഹെസ്റ്റർ ആർത്തറിനെ തിരിച്ച് അറ്റാക്ക് ചെയ്തു. അങ്ങനെ അവിടെ ഒരു ക്ലോസ് റേഞ്ച് അറ്റാക്ക് നടക്കുന്നുണ്ട്. ആർത്തറോട്ടെ ഇഷ്ടംപോലെ അറ്റാക്ക് ചെയ്യുന്നുണ്ടെങ്കിലും ഹെസ്റ്റർ പതുക്കെ അത് ഒഴിഞ്ഞു മാറുന്നുണ്ട്. ഞങ്ങളുടെ മാനുവൽ ലെവൽസ് വെച്ച് കൺസിഡർ ചെയ്യുന്നിടത്ത് ഹെസ്റ്റർ തന്നെയാണ് കൂടുതൽ. ആൻഡ് ഹെസ്റ്ററിൻ്റെ ഫയർ എന്ന് പറയുന്നത് എന്നെക്കാട്ട് നല്ല കൺട്രോൾ ഉള്ളതാണ്. പക്ഷേ ഇവിടെ നടക്കുന്നത് ഹാൻഡ് ടു ഹാൻഡ് കോമ്പാക്റ്റ് ആണ്. ഇവിടെ ഒരിക്കലും അവൾക്ക് എന്നെ ഓവർ പവർ ചെയ്യാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞിട്ട് ഹെസ്റ്ററിനെ ഒരു അറ്റാക്ക് ചെയ്ത് ആ നേരെ ബാക്കിലേക്ക് ഇടുന്നുണ്ട്. ഇതേ സമയത്ത് തന്നെ ബഹഡും ക്യാമസും ക്യാദലും ഹെസ്റ്ററും താഴെ വീണ് കിടക്കുവാണ്. ഇതെല്ലാം കാണാൻ നേരത്ത് എല്ലാം കിടന്ന് കാറുന്നുണ്ട്. അതെന്തായാലും കൊള്ളാം. ഈ സമയത്താണ് എമിലി പറഞ്ഞത് ഇത് വിശ്വസിക്കാൻ സാധിക്കുമോ? ആ ടൈമിൽ താഴെ കിടന്നുകൊണ്ട് ആർത്തർ പറയുകയും ചെയ്യും അവസാനം ഞാൻ ജയിച്ചിരിക്കുന്നു.